ഇറങ്ങ. പൈസ കൊടു. അതെ, കൂടുതൽ ഇരിക്കാനുള്ള ആട്ടോക്കാരന്മാരെ കാണുമ്പോൾ കൂടുതൽ വലിയ വർത്തമാനമൊന്നും പറയല്ലേ. നിങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ആഹാരം വാങ്ങിച്ചെന്ന് ചായ വാങ്ങിച്ചെന്ന് ഇതുവരെ കൊണ്ടുവന്ന ഞാൻ തന്നെയല്ല. പിന്നെ എനിക്കറിഞ്ഞൂടെ ആട്ടോക്കാരന് പൈസ കൊടുക്കാന്ന്. അവൻ്റെ മുമ്പ് പൈസ കൊടുക്കും. ഇതാണ് ഞാൻ നിന്റെ കൂടെ വരാത്തത്. അല്ല, എൻ്റെ കൂടെ വന്നോണ്ട് എന്തൊരു പറ്റിയത്? നിന്റെ ഈ എച്ചിക്കണക്ക് പറയണക്കാ അതൊക്കെ നമ്മളെ ബാലു അവന്റെ കൂടെ പോയ ചായക്കടയിൽ കയറി ചായ വാങ്ങിച്ചു, മുറുക്കാങ്കടയിൽ കയറി സിഗരറ്റ് വാങ്ങിച്ചു, ചാരായ ചാപ്പി കയറി ചാരായം വരെ വാങ്ങിച്ചേരുവാടാ. നിങ്ങൾ പറയണേ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വീട്ടിൽ ചുമ്മാ ആയിരുന്നപ്പോ ഞാൻ നിർബന്ധിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു വരല്ലേ തോന്നുള്ളൂ. ഞാൻ അണ്ണനെ കാണാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞപ്പോഴ് നിങ്ങൾ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കിയോണ്ടല്ലേ നിങ്ങളെയും കൂടെ ഞാൻ കൊണ്ടുവന്നത്. ഞാൻ ബഹളം കാണിക്കുമ്പോ എടുത്തോണ്ട് വരാനാ ഞാൻ നിന്റെ മോനാ. വേണം, എനിക്കിത് വേണം, ഇതും വേണം, ഇതിനപ്പുറവും വേണം. നീ കൂടുതൽ മാധവൻ തമ്പി കളിക്കല്ലേ, അല്ലെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ പറയും. എന്തൊരു പറയും? നിന്നെ ജീവിതത്തിൽ ചോദിക്കാൻ കൊള്ളില്ല. ഒരു നന്ദി നഷ്ടവും കിട്ടുവാണല്ലോ നിന്റെ കുടുംബത്തിൽ. നീ പോയി എന്റെ വാരിക്ക് പോലെ കേട്ടാ കയറി വരാൻ എനിക്ക് കേട്ടാ. കയറി വരണം. പിന്നെ എന്തര് നീ പിന്നെ എന്താടാ പറയണത്? എന്റെ എടുത്തോണ്ട് വന്ന് ഒറ്റിക്കൊണ്ട് വന്ന് ആളെ കൊണ്ട് വലിയ ശല്യമായാലോ. എന്റെ ദൈവമേ, ഒരു ശനിയനാണല്ലോ ഞാൻ കുട്ടികളെ ചുമന്നോണ്ട് ഇങ്ങനെ അറ്റം വരെ കൊണ്ട് എത്തിച്ചത്. എന്നെ കുട്ടിയെ ചുമന്നോണ്ട് വന്ന കുട്ടിയെ ചുമന്നോണ്ട് വന്നത് ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണേ. ഇതിന് അതിന്റെ പിറകെ കിടന്ന് തൂങ്ങാതെ. അവന്റെ ഒരു പഴഞ്ചൊല്ലും കടങ്കഥയും പാടാ പുല്ല. എന്താണ് എന്താ 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 ഇവിടെ? ഒന്നുമില്ല. നിനക്ക് അടി ഉണ്ടാക്കണെങ്കിലേ പുറത്ത് പോയി അടി ഉണ്ടാക്കണം. ഇവിടെ കണ്ണ് അടി ഉണ്ടാക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പുറത്ത് പോയേ. എടി പോടിന്ന് തന്റെ പെണ്ണുമ്പിള്ള പോയി വിളിച്ചാ മതി. ചുമ്മാ അല്ല വാല് പല്ലൊന്നും ഇല്ലാത്തത്. എന്റെ സ്വഭാവം അതെ കൊച്ചേ, ചേട്ടാ ഇയാളൊക്കെ വീട്ടിലിട്ടിട്ട് വന്നാ പോരെ, ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. വിളിച്ചോണ്ട് പോ ചേട്ടാ ഒന്ന്. വാ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. താൻ ആരായാലും എനിക്കെന്താ, ബാങ്കിൽ പോകുന്ന സമയം. കൊച്ചു വെക്കോ. പിന്നെ ഒരു കാര്യമേ. ആമാ, ഹലോ അമ്മ, ഇറങ്ങി ഇറങ്ങി. ഇതാ ഇവിടെ രണ്ട് കള്ളൂടിയന്മാരെ വന്ന് വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. കള്ളൂടിയ നിന്റെ തന്ത ശാന്തി കവടത്തിൽ പോയി കിടക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഉള്ളടാ. എനിക്കാളെ പിടി കിട്ടി. ഓ, ഞാൻ ആദ്യം വിചാരിച്ച് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ ശ്രീകുട്ടന്റെ ഭാര്യയാണ്. നിന്റെ വായിക്കകത്ത് പറയരുതാടാ. നിനക്ക് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നാ? ഇനി എന്ത് പറഞ്ഞു കിടക്കുന്നു? ഞാൻ നിങ്ങളെ എത്ര പ്രാവശ്യം കിടന്ന് വിളിച്ച് മര്യാദ. അപ്പൊ നിങ്ങൾ തിളച്ചോണ്ടിരിക്കല്ലേ? അവള് മോശക്കാരിയൊന്നും അല്ല. പ്രായമായ ഒരു മനുഷ്യനല്ലേ, ഒരു മര്യാദയുണ്ട്. അതേനെ എനിക്കും ചോദിക്കാനുള്ളത്. പ്രായമായ ഒരു മനുഷ്യനല്ലേ, ഒരു മര്യാദ വേണ്ടേ? അല്ല, ആ കൊച്ചിനെ ഒരു മര്യാദ വേണ്ടെന്ന്. ഇനി വരണയിടം വെച്ച് കാണാം. നമ്മളെ ചൂലംകുടിക്കാരാണ്, അല്ല പടവലക്കാരല്ല. അല്ല, ഇപ്പൊ അറിഞ്ഞാനേ ചൂലംകുടിക്കാരൻ്റെ. ചേട്ടത്തെ ഓ, അവിടെ നടന്നു പോകുന്നു. ഇവിടെ ഒന്നും പറയില്ലേ? ഇല്ല, ഞാൻ ആരോടും പറയണില്ല. നിങ്ങൾ പറയാറുന്നാ മതി. തോന്നണടാ. കല്ലൂട്ടി ഇങ്ങോട്ട് വാ. കല്ലൂട്ടിയെ പാപ്പം കാഴ്ചാ. കല്ലുമുട്ടിയാ? കല്ലുമുട്ടിയല്ല, കല്ലൂട്ടി. അത് തോട്ടി കിടക്കുന്ന പേരാ. നീനല്ലേ? അയ്യോ, കൊച്ചിന്റെ പേരെണ്ണ കല്ലൂട്ടി, കല്യാണി, കല്ലു. മകളെ മുഴുവൻ പേരെന്ന് പറഞ്ഞോളൂ. കല്യാണി ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പി സിദ്ധാർത്ഥ്. എന്തൊക്കെ പേരാണ് പിള്ളേക്കിട്ടത്? മതിയ പേര്, അത് താങ്ങൂടെ? ഇത് ഇതാരിത്? ചേട്ടത്തി എവിടെയായിരുന്നു? കണ്ടില്ലല്ലേ നമ്മൾ വന്നപ്പോ വിളിച്ചു? ഓ, ഞാൻ അപ്പുറത്ത് പുറയിൽ നിൽക്കായിരുന്നു. അപ്പൊ ഇടാ ഒരു ശബ്ദം, ഈ പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉറക്കില്ലേ, ആ ഒരു ശബ്ദം. അപ്പൊ ഓടി ഇങ്ങോട്ട് പോകുന്നു. അത് തന്നെ, ഭയങ്കര അലപ്പ് ഒന്നും പറയണ്ട. ചേട്ടത്തി ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ഒരു പെൺകൊച്ച്? അത് ശ്രീകുട്ടന്റെ ഭാര്യയല്ലേ? ബാങ്കിലേക്ക് പോയതാ. എന്തോ പ്രശ്നമൊക്കെ ആയിട്ടല്ലേ അമ്മ? അമ്മായി ആർക്കും 1 ലക്ഷം രൂപയുടെ ചെക്കം കണ്ടു കൊടുത്ത് അത് ബൗൺസ് ആയിപ്പോയി. ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്നാണ് പറയണത്. പക്ഷെ അതിനെ ബാങ്കിൽ കാശുണ്ട് താനും. അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി ഭ്രാന്തടുത്ത് പോയേക്കണം അമ്മായി ബാങ്കിലോട്ട്. അത് മനസ്സിലായി.
അപ്പൊ ഭ്രാന്താണെന്ന് മനസ്സിലായി. എന്നാ എന്തോന്നാണ് ഇത്? അനിയനെ പോലെ അണ്ണനും തുടങ്ങിയ വായി തോന്നൊക്കെ വിളിച്ചു പറച്ചില്. എന്നടാ വായി തോന്നി വിളിച്ച് പറയുന്നത് സൂക്ഷിച്ച് വേണം. പറഞ്ഞേട്ടാ പോയി ഞാൻ എന്തിനാ പറഞ്ഞത്? എടാ നീയല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയ കൊച്ചിനെ ആ ഗേറ്റിന്റെ അവിടെ വെച്ച് എന്തിനൊക്കെ വിളിച്ചു പറഞ്ഞത്? ഞാനാവേ നിങ്ങളല്ലേ പറഞ്ഞത്? ഏട്ടാ നിൽക്ക്, ഇത് ആരെ പറഞ്ഞ കാര്യം? ഗൗരിയുടെ കാര്യമാണോ പറയണേ? ആ കൊച്ചല്ലേ നമ്മളാ പറഞ്ഞത് അല്ലേടാ? ഏ? എന്തോന്ന് പറഞ്ഞെന്ന്? നിനക്ക് ഇങ്ങനെ തന്നെ കാണാം. എവിടുന്ന് കിട്ടിയടാ ഇതിനൊക്കെ? ഏതിനൊക്കെ? ഒന്നുമില്ലടേ, അണ്ണൻ ഈ വന്ന് കയറിയപ്പോ തുടങ്ങി പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. നീ അതൊക്കെ കേട്ട് നിക്കണേന്തിനാ? അണ്ണാ പോ, അപ്പുറത്ത് എങ്ങനെ പോയിരിക്കേ, ചെല്ല്. ശ്രീകുട്ട, ഓ ഈ കല്യാണം കഴിയുമ്പോഴേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പരിചയപ്പെടുത്തണ്ടേ? അതിനല്ലേ ബന്ധം എന്നൊക്കെ പറയണത്. എന്തൊരു ബന്ധം? ഒരു ബന്ധവും ഇല്ലടേ. അണ്ണൻ ഇങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട്. എടേ നീ ഒരു വാ, ഇയാള് കുറച്ച് നാളായിട്ട് പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കണം. നീ അന്ന് മൈൻഡ് ചെയ്യണ്ട. പരസ്പര ബന്ധമില്ല സംസാരിന്റെ തന്ത മാധവൻ നമ്പി. അണ്ണാ എന്തോ ഞാൻ കഴിച്ചു പറഞ്ഞതല്ലേ. മാധവൻ ഞാൻ അങ്ങനെ പറയൂ. എന്തോന്നാണ് സംഭവം? എന്തോന്നാണ്? ഒരു കുന്തോ ഇല്ല, വിളിച്ചോണ്ട് പോടാ. എടാ, നീ വാ, ഇയാൾക്ക് തലയ്ക്ക് സുഖമല്ലേ? വാ വാ. എന്തോന്ന്? എന്തോന്നാണ് ഇത്? അണ്ണാ ഗൗരിയായിട്ട് സംസാരമായിരുന്നോ? ആളറിയാതെ സംസാരിച്ചല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ആളറിയാതെ എന്ത് സംസാരിച്ചെന്ന്? ചോദിച്ചതിന് കാര്യം പറഞ്ഞ അത്ര എന്റെ പൊന്ന്, ഞാൻ അണ്ണാ കട്ടൻ ചായ എടുക്കട്ടെ? ഓ കട്ടൻ ചായ വേണം മക്കളെ. ആ ശരി, ഞാൻ കട്ടൻ ചായ എടുക്കാത്ത നല്ലത്. അപ്പൊ ശരിക്കും എന്താണ് പ്രശ്നം? ശരിക്കും ഒരു പ്രശ്നമില്ല മക്കളെ. 500 രൂപ എടുക്കാനുണ്ട്. 500 രൂപ? അപ്പൊ അകത്തേക്ക് കയറി ചെല്ല് പോ. അപ്പൊ പോ. മമ്മ എന്തിനു പറഞ്ഞേ? മമ്മായിയെ കൊച്ചിന്റെ പേര്. ഓഹോ ഇവിടെ മമ്മായി അല്ല, അത് മദാമ്മയാണ്. കൊള്ളാം വാ പോവാ. ഈശ്വര, അയ്യോ എന്തൊരലച്ചില്, രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പറ്റുന്ന പാട്. കേട്ടോ ശ്രീകുട്ടാ, എന്ത് ആ സമയത്ത് ശ്രീകുട്ടിനെ വിളിക്കണ എന്തിനാ? എന്തിനാ ശ്രീകുട്ടിനെ അവിടെ വിളിക്കണേ? ഇല്ലേ? അവിടെ അവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ വരുമല്ലോ. ഏത് സമയം മുറിയാതെ തന്നെ കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങൂല. എന്തോന്നു എന്ത് അസൂയ? എന്താളിയാ? എന്ത്? അല്ല നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ ഒന്ന് കണ്ടില്ലേ? അവനേടാ കുറച്ച് സമയമായി. എന്ത് വന്നത് പിടിച്ചില്ലേ എനക്ക്? ഇവിടെ പണ്ടൊക്കെ ആണെങ്കിൽ വരുമ്പോൾ വിളിച്ച് പറയുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല, അതുകൊണ്ട് ചോദിച്ചെന്ന്. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പറയേണ്ടവരാ എവരാ? എടാ ഞാൻ എന്നിലൂടെയുള്ള ബന്ധമേ ഉള്ളൂ നിനക്ക് എവരുമായിട്ടൊക്കെ. അല്ലാതെ നിനക്ക് എന്താ ബന്ധമായിരിക്കുന്നത്? വിളിച്ചെന്തിനാ? എടേ വിളിച്ച വേറെ ഒന്നുമില്ല, ഇവിടെ അംഗസംഖ്യ കൂടി വരെയല്ലേ. എന്തെങ്കിലും ആശുപത്രി കേസ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എടുത്തോണ്ട് പോകാനാണെങ്കിൽ ഒരു വണ്ടി വേണ്ടേ? നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കണം. നല്ലൊരു വണ്ടി വാങ്ങിച്ചാൽ മതി. വണ്ടി എടുത്തിടണം. ഇപ്പൊ ചോദിക്കണ എന്തിനാണ്? ഞാൻ ഇവിടെ ഈ പ്രാരാബ്ദം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന പാട് ദൈവത്തിനറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വണ്ടി എടുക്കാണ്. അല്ല ഏതറ്റവും തമ്മിൽ നിങ്ങൾ കൂട്ടുമുട്ടിക്കാൻ നടക്കണേ? കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ നടക്കുകയാണെന്ന്. ഏതറ്റമാണെന്ന് പറയണമെങ്കിൽ ഞാൻ ആ അറ്റവും ഈ അറ്റവും കൊണ്ട് തമ്മിൽ മുട്ടിച്ചേരാം. എൻ്റെ ഈ വെന്തടം തിന്നിട്ട് വേവാത്തടം പറയല്ലേടി. ഓ എന്തോന്ന് പറഞ്ഞിരുന്നാലും ഒരു പഴഞ്ചൊല്ലും പായാരം പറഞ്ഞില്ല. കിടന്ന് അലക്കാതെ നീ വണ്ടി എടുക്കണ കാര്യം വല്ലതും പറയണേ കൂട്ടാ. ആ വണ്ടി എടുക്കാൻ പറ്റിയ സമയം തന്നെ. ഞാൻ ഒരു കാര്യം പറയാം. ഈ വീട്ടിലൊരു വണ്ടി അത്യാവശ്യമാണ്, പിള്ളേരൊക്കെ ഉള്ളതാണ്. അതുമല്ല ഏത് സമയം നോക്കിയാലും മഴയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഏത് വീട്ടിലാണ് വണ്ടി ഇല്ലാത്തത്? പറഞ്ഞതിൽ കാര്യമുണ്ട്, സുരേന്ദ്രൻ പറഞ്ഞ കാര്യമുണ്ട്. ഒരു 2 ലക്ഷം രൂപ സുരേന്ദ്രൻ വാങ്ങി. 2 ലക്ഷം രൂപ ഇവിടെ ഞാനാ? പിന്നെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വണ്ടി കിണ്ടി ഇവര് കെട്ടിക്കെട്ടെങ്കിൽ ഒറ്റാ പോരാ, പൈസ ഇറക്കണം. അനിയനും ചിറ്റപ്പനായിട്ട് കഴിഞ്ഞ് തള്ളിക്കൊണ്ട് വന്നാൽ പോരാ. കുടുംബകാര്യങ്ങൾ നോക്കണം, ചേട്ടത്തിന്റെ പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടാ. നീ കിടക്കണത്തിന് നീ അല്ല കെട്ടിപ്പൂട്ടി വെച്ചേക്കണെന്ന് എൻ്റെ അടുത്താണോ പറഞ്ഞത് ഇയാളുടെ അടുത്താണോ പറഞ്ഞത്? അവൻ്റെ അടുത്ത്. അത് പുള്ളിയുടെ അടുത്തല്ലേ പറഞ്ഞത്? പിന്നെ ഞാൻ ഇതിലേക്ക് വരേണ്ട കാര്യം, ഞാൻ പോവാം. നീ പൈസ വണ്ടി വാങ്ങിക്കട്ടെ, പൈസ വാങ്ങിക്കട്ടെ. സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ? അങ്ങനല്ല, തീരെ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, നല്ല ഒന്നാന്തരം കണ്ടീഷനുള്ള വണ്ടി. നിങ്ങൾ കണ്ടീഷനുള്ള വണ്ടിയോ ഇല്ലാത്ത വണ്ടിയോ എന്താണോ എടുത്തോ, ഞാൻ എൻ്റെ വകയായിട്ട് ഒരു 50,000 രൂപ തരും. നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ? സുരേന്ദ്ര എന്തോന്നാ നിനക്ക് അങ്ങനെ ഇങ്ങനെ പലതും പറയും, അതിന്റെ ഒപ്പം തുള്ളാൻ നിൽക്കല്ലേ? പറ്റും. 50,000 ഇതിന്ന് പ്രതീക്ഷിച്ചേട്ടാ. 50,000 രൂപ എൻ്റെ ഉള്ളത് തരും. ഇതൊന്ന് നീ നിന്റെ സംഭാവന എന്താണെന്ന് ചെയ്ത് പറ. ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ വന്നു പോയല്ലോ, വന്ന് പെട്ടുപോയല്ലോ, അവളെ ഉരുപടിയെങ്കിലും പണം കണക്ക് പറയല്ല സുരേന്ദ്ര.
കയ്യിൽ ലിക്വിഡ് പൈസ ഇല്ലേ? എടുത്ത് എല്ലാവരും പറയും ഉരുപ്പടി, ഭാര്യ ഉരുപ്പടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് തരണമല്ലോ. അത് ആ പേടിച്ചല്ലേ നീ പറഞ്ഞത്? നിന്റെ കയ്യിൽ പൈസ ഇല്ലേ? ഇതിന്റെ പൈസ എടുത്തേ. ശരിയാ അണ്ണാ, ഞാൻ ഒരു 50,000 രൂപ തരാം. ഇവർ രണ്ടൊരു 50,000 ഇട്ട സ്ഥിതിക്ക് ഞാനും ഇട്ടാം ഒരു 50,000. 1.5 ലക്ഷം രൂപയായി സാമാന്യം തെറ്റില്ലാത്ത വണ്ടി എടുക്കാം. സാമാന്യം തെറ്റില്ലാത്ത വണ്ടി എടുക്കാന്ന്. അളിയനും കൂടെ ഒരു 50,000 രൂപ ഇടും. അപ്പൊ 2 ലക്ഷം രൂപയല്ലേ? നല്ലൊരു വണ്ടി എടുത്തുകൂടി? കറക്റ്റ്. ഞാൻ ഇവിടെ നക്ഷത്രക്കാരൻ തന്നെയാണ്. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പറ്റുന്ന പാടെ എനിക്കറിയാവും. ഞാൻ എവിടെ നിന്ന് എടുക്കാനാണ് പൈസ? നക്ഷത്രക്കാരൻ എന്താ പിന്നെ വണ്ടി എടുക്കണ്ടേ? വേറെ പണിയൊന്നും ഇല്ലേ? ആ വണ്ടി എടുക്കാൻ വേറെ പണിയില്ല. പിന്നെ ഞാൻ 50,000 രൂപ എന്റെ തലയിൽ കൂടെ വണ്ടി വിടല്ലേ വണ്ടി എടുക്കാൻ പറ്റൂല. പോ കളഞ്ഞിട്ട് പോയി. അല്ല ഒരു കാര്യം പറഞ്ഞപ്പോ 50,000 രൂപ ഞാൻ ഇടാനാ? അയ്യോ ആര്? അയ്യോ ഇതാ നെഞ്ച് പടപടാ ഇരിക്കുന്നു. അയ്യ പേടിപ്പിക്കാൻ പറ്റിയ പ്രായം പറഞ്ഞ കളവായി. ഞാൻ പറഞ്ഞത് സസ്പെൻഷൻ ആയില്ലേ? സസ്പെൻഷൻ ആയില്ല, ഞാൻ ഇപ്പൊ ഡിസ്മിസ് ആയാണ്. ഡേ വിശക്കണം വല്ല ഉണ്ടെങ്കിൽ അല്ല കഴിച്ചിട്ട് പറഞ്ഞു വിശ കിട്ടും. അയ്യോ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പറഞ്ഞ പാടേ. വണ്ടി വണ്ടിയാ? എന്തൊരു വണ്ടി? ആ എന്തൊരു വണ്ടി? ബെൻസ്. എടുത്താ? ആര്? പിന്നെ വണ്ടിയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? ഭയങ്കര വയറുവേന. അതുകൊണ്ട് ഒരു 500 രൂപയുടെ. ചുമ്മാ സമയം കളയാനായിട്ട് ടെക്നിക്കൽ എറാണ് പോലും. ചേച്ചി ഇയാളെന്താ ഇവിടെ ഇരിക്കുന്നേ? മോളെ ഞാൻ ആരാണെന്ന് അറിയാമോ? ഇയാൾ ആരായാലും എനിക്കെന്താ? പുറത്തോടോ. എന്താണ് ചേച്ചി ഇയാൾ പുറത്തു വെച്ചാൽ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഞങ്ങളാണ് ഇറങ്ങി പോവാൻ പറഞ്ഞത്. കൊള്ളാം. വന്ന് കയറിയ ഉടനെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. കൊള്ളാം. മമ്മായി, ഇത് ശങ്കരാപ്പൂപ്പൻ. മറ്റേ നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പനല്ലേ? അപ്പൂപ്പന്റെ അകന്ന ബന്ധുവായിട്ട് വരും. നമ്മുടെയൊക്കെ അപ്പൂപ്പനാണ്. അയ്യോ സോറി കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഏതോ കുടിയന്മാരായിരിക്കും പുറത്തുനിന്ന് സംസാരിക്കുന്നതെന്ന്. അയ്യോ അങ്ങനല്ല, സത്യമായിട്ടും കള്ളുകൂടിയത് തന്നെ. വളർന്ന് പക്ഷെ അത് മാന്യനല്ല. ഇത് വായിരിക്കുന്ന കേൾക്കില്ല. നിർത്ത്. ഇപ്പൊ എന്തായാലും മനസ്സിലായല്ലോ ആളെ. ആ മതി. ഈ വരുന്നതാണ് ബാലുവിന്റെ അനിയൻ സുരേന്ദ്രൻ. ഞാൻ പിള്ളേര് ഫോട്ടോ കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ധൃതിയിൽ എനിക്ക് ഓർമ്മ വന്നില്ല. അത് കുഴപ്പമില്ല. ശ്രീകുട്ട, നമ്മളെ ബന്ധുക്കളായിരുന്നു പരിചയപ്പെടുത്തി കൊടുറാ. അതുകൊണ്ടല്ലേ ഇപ്പൊ നേരത്തെ എനിക്ക് കിട്ടിയത്. മനസ്സിലായില്ല. ഏയ്, ബന്ധുക്കളേക്കും ഈ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മളാ. ഇപ്പൊ 600 കൊണ്ടല്ലേ ഇപ്പൊ ഇറങ്ങി പോകുന്നവരുടെ അവിടെ കയറ്റി വഴക്കായത്. എവിടെ? കയറ്റി വെച്ച് വഴക്കായത് അറിഞ്ഞില്ലേ നീ? അല്ല നിങ്ങൾ നേരത്തെ എന്തോന്ന് പറഞ്ഞത്? ഇത് നേരത്തെ അണ്ണാ നിങ്ങൾ നേരത്തെ അല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നാ എന്തോന്ന് പറഞ്ഞതെന്ന്? നിനക്കിങ്ങനെ തന്നെ വേണം, ഇതിനെയൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ? നിങ്ങൾ കൊള്ളാലോ മാമ, നിങ്ങൾ എന്റെ അച്ഛനാരെ വിളിച്ചില്ലേ? എപ്പോ വിളിച്ച്? ആ പുറത്തുനിന്ന് പേനെ വിളിച്ച എന്റെ അച്ഛനെ. ഇപ്പറുണ്ട് കല്ലിന്റെ എറിയായി. അച്ഛനെ വിളിച്ച ആരാലും കല്ലെടുത്ത് എറിയും. എന്റെ പൊന്നു, ഇത് ഇവിടം വരെയൊക്കെ എത്തിയായിരുന്നാ? ചേട്ടത്തി, ഈ കൊച്ചു ആ ചുടുകല്ലെടുത്ത് ഇയാളെ നിന്ന് എറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ചേട്ടത്തി ഇയാളെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. വഴക്കൊന്നും വേണ്ട, നടന്നു. എന്തായാലും കല്ല് കൊണ്ടില്ലല്ലേ ശ്രീകുട്ടത്. ഭക്തിരി പുള്ളും പോലെയുള്ള പുള്ളി കൊണ്ട് എൻ്റെ അടുത്ത് വന്നത്. ആ ചെറുക്കൻ്റെ കട്ടായും പടവും മടങ്ങേ ഉള്ളൂ. നിങ്ങൾ എന്തോ അമ്മ ചുമ്മാ ഇങ്ങനെയൊക്കെ പറയണ? നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ എന്തിന്? നിങ്ങൾ പറഞ്ഞൊക്കെ ഗൗരി കേട്ടു. ആ അല്ല അമ്മായി, അപ്പൂപ്പൻ എങ്ങനെ വളവളാന്ന് ഓരോന്നൊക്കെ പറയും, പക്ഷെ കാര്യമായിട്ട് എടുക്കണ്ട, മനസ്സിലൊന്നും കാണത്തില്ല. ഒന്ന് പറ്റിപ്പോയി കൊച്ചേ, ഒന്ന് അടങ്ങ്. ആദ്യം മാമ ഒന്ന് അടങ്ങും മാമ. മോളെ, ചൂലങ്കുടിക്കാരെ ബീറും വാശിയും ഉള്ള കുടുംബമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അടങ്ങണമെന്നും അല്ല കേട്ടാ. അല്ലടാ ബാലു? എന്നാ അതൊക്കെ പണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ശൂലം കൂടെയൊക്കെ മാറ്റി ചാരി ഒരു സ്ഥലത്ത് വെച്ചിട്ട് അടങ്ങി ഒതുങ്ങി മര്യാദക്കിരിക്കണം. പാരമ്പര്യം പറഞ്ഞാൽ അവന്മാർ കൂമ്പിട്ടിരിക്കുന്നു. അവരെ കാലമല്ലേ. അണ്ണാ ആ കൊച്ചിൻ്റെ അടുത്ത് കൂടുതൽ കളിക്കല്ലേ, ആള് വേറെയാണ്. പടവലം മാമിയെ തറ തൊടാവിടുന്ന് ഒട്ടിച്ചു. ആ ടീമാണ്. ഓ ആ ശരിടാ, ഞാൻ വിളിക്കാം. എന്തായാലും അപ്പൂപ്പ ഇവിടെ വന്നിരിക്കണേ?
ഞാൻ വെറുതെ ഇരിക്കുന്നടേ. വെറുതെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിനകത്തിരുന്നുണ്ട്. ഇവിടെ വന്നിരിക്കണ എന്തിന്? ഞാൻ കാറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിരിക്കുന്നു. ഇത് കാറ്റ് കിട്ടാനാ ഇവിടെ? ഡേയ്, എനിക്ക് വയറ് വേദന എടുക്കുന്നടാ. എന്തെന്ന്? വയറ് വേദന എടുക്കുന്നു. ആ വെള്ളം അടിച്ച് വേറെ വേനയായി. ഞാനേ കുറേ ദിവസം കൊണ്ട് ഇപ്പൊ അടിക്കാറൊന്നുമില്ല. അടി നിർത്തിയതിന്റെ കുഴപ്പമെന്നാണ് തോന്നുന്നത്. അടിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. സംഭവിക്കില്ലായിരുന്നു, ചിലപ്പം പറയാൻ പറ്റില്ല. ആ ഞാൻ ചിറ്റപ്പൻ പറഞ്ഞു. അതല്ലേലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. എന്തുവാടാ? എന്തുവാ? ഒന്നുമില്ല ചേച്ചി, ഞാനും അപ്പൂപ്പനും തമ്മിൽ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആണോ? ഇങ്ങനെ ഇരുന്നാ മതിയാ? നമുക്ക് പോണ്ടേ നാളെ? ഇവിടെ നാളെ അല്ലേടാ പോവേണ്ടത്. തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് മുണ്ട് കുക്കിക്കൊണ്ട് നടക്കണോ? തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കോ? എപ്പോ? ചുമ്മാണേടാ നിന്നെ ബാലു കിഴങ്ങെന്ന് പറയണത്. അണ്ണാ ഒരുമാതിരി ചിറ്റപ്പ ഇപ്പൊ എന്തരുത്? ഞാൻ അപ്പൂപ്പനും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? പാജിറ്റപ്പാ നമുക്ക് പോവാ. ഈ കേസ് കൊടുത്ത അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിക്കാൻ കൊള്ളത്തില്ലെന്നേ. നിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. എന്തരണ്ണാ പറ. എന്തൊരു വയറ്? ഓ അപ്പൊ അത് പറയാൻ വേണ്ടിയായിരുന്ന ചിറ്റപ്പ. അപ്പൂപ്പന് വയറ് വേനയാണ്. ഞാൻ അറിഞ്ഞാലിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ഡേയ്, നീ ഒന്നും ചെയ്യണ്ടടേ. നമ്മളെ ജവിലി കുഞ്ഞില്ലേ, ചൂലംകുടിക്കാരെ എന്തെല്ലാം പറഞ്ഞു വരുത്തിന്നറിയാമോ? ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. പടവലത്തെ അമ്മൂമ്മണ്ടല്ലേ എയർലായിരുന്നു. അമ്മൂമ്മ അടിച്ചു തീ കളഞ്ഞു. എന്തേ എന്തേ? സിദ്ധുവിന്റെ കോൾ. അയ്യോ ചെല്ലേ പെട്ടെന്നാവട്ടെ. പറയാവേ. അയ്യോ വരണ്ട, പൊക്കോ. സുരേന്ദ്ര, വയറുവേദനയുടെ നിങ്ങളെ വയറുവേദന എന്തിനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. കള്ള അപ്പൂപ്പ. പിള്ളേര് വളർന്ന് വരും നൂറും വേറും ഭക്ഷണമായി. ആഹാ, വയറുവേദന എടുക്കുന്നുണ്ട്. എന്നെ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോകണം, ഞാൻ കൊണ്ടുപോവാം. നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായിരിക്കാണ് കേട്ടാ. എന്തൊരു ചർച്ചയുടെ. എനിക്ക് വയറുവേദന എടുക്കൊണ്ടല്ല ഞാൻ നിന്റെ അടുത്ത് പറയണത്. ചുമ്മാ അറിയണം, നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ല. ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നതല്ലടാ. 5 പൈസ എന്റെ കൈ ഉണ്ടായിരുന്ന അത് നിനക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛനാണ് ഈ അവസ്ഥയാണെങ്കിൽ നീ കൊണ്ടുപോകണ ആശുപത്രി. മതി 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 മതി. അല്ലേ വേണ്ട, ഞാൻ കൂടെ വരാം. വരി. വേണ്ട വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പക്ഷെ നമ്മളെ കുടുംബത്തിലുള്ളവർ പറഞ്ഞെന്തറിയാം, സുരേന്ദ്രൻ നല്ല സ്നേഹമുള്ളവരാണെന്നൊക്കെയാണ് പറഞ്ഞത്. നീ സ്നേഹമുള്ളവൻ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഈ പൈസ തരാതിരിക്കില്ല. ഞാൻ പോയിട്ട് ആശുപത്രി പോയിട്ട് വരാടാ. പോയിട്ട് നേരെ ഇവിടെ തന്നെ വരണം. കറങ്ങി നടക്കരുത്. ഏയ്, ആ പരിപാടിയില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടാ. ഇവിടെ അടുത്ത് തന്നെ. വാ വാ. ആ ഹലോ ശിവ, എവർറി തിരക്കാണോ? അല്ല നീ ഫ്രീ ആയില്ലെങ്കിൽ വെച്ചോ. ആ ശരി ശരി. എവിടെടാ സുരാങ്കുടി മാധവൻ തമ്പീര മോൻ ബാലു? എവിടെ? അപ്പൂപ്പ എന്തല്ലേ അപ്പൂപ്പ? അപ്പൂപ്പ മിണ്ടായിരുന്നേ. ഞാൻ മിണ്ടായിരിക്കുന്നു. അത് പറഞ്ഞ നീ ആരടാ? അച്ഛാ അച്ഛാ, അപ്പൂപ്പ എന്തേര് എന്തേരെണ്ണ നോ എന്തേര് നിങ്ങക്ക്? എന്തരേ? സുരേന്ദ്രന് വയറുവേദന. സുരേന്ദ്രന് വയറുവേദന? ആ, എനിക്ക് വയറുവേദന. നിങ്ങൾ അടിച്ചല്ലേ? ശകലോടെ ശകലം. ഒത്തുപോലെ കൊണ്ടുവരുന്നത് ബാലു തുമ്പാടി. തീക്കുട്ടയുടെ എന്റെ തീക്കുട്ടൻ. അണ്ണ അവ യാതൊരു മുറിക്കാതെ അങ്ങനെ വിളിച്ചു എവിടെ കാണാൻ? പടവലം കുട്ടമ്പിള്ളാരെ മോനെ തീക്കുട്ട എന്നാവും ഇറങ്ങി വാടാ. എന്തോന്ന് ബഹളം തോന്നു ഇവിടെ? നീ വെളിയിലേക്ക് ഇറങ്ങോ? എവിടെ പോയി അടിച്ചിട്ട് വന്ന്? എന്റെ പിള്ള സുരേന്ദ്രൻ എനിക്ക് അടിക്കാൻ പൈസ. വെള്ളം മാറ്റി കൊടുത്താ നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഈ ഇടയ്ക്ക് എടുത്തോണ്ട് വന്നത് ഇവിടെ. സത്യമായിട്ടാണ്, ഇയാൾക്ക് ആശുപത്രി പോകാനാണ് ഞാൻ പൈസ കൊടുത്തത്. അവനെ എന്നെ പറഞ്ഞത് വിഷമമായി, അതുകൊണ്ടാണ് അവൻ എനിക്ക് പൈസ തന്നത്. അപ്പൂപ്പ ഇതൊക്കെ ഭയങ്കര മോശമാണ് ട്ടോ. കുറെ നാളെ കുടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വീണ്ടും തുടങ്ങിയ. അണ്ണാ എന്നെ പോലെ കൺട്രോൾ ചെയ്യണ. അയച്ചല്ലേ ഇവിടെ
ആര് വേണമെങ്കിലും. ചൂലാംകുടിക്കാരെ വെല്ലുവിളിക്കാൻ നീ അത്ര വളർന്നാണ്. അയ്യോ വലിയ ശൂലം കൊടുക്കാര് അതിൽ ആരുണ്ട് അല്പം മാന്യം മര്യാദയൊക്കെ ഉള്ളത്? ശ്രീകുട്ടാ, ആ നിങ്ങൾ വലിയ കുഴപ്പമില്ല. ഞാടാ കുഴപ്പം, ആടാ കുഴപ്പം. എടാ നിന്റെ ഭാര്യ ഇങ്ങനെ നമ്മുടെ പ്രശ്നത്തിൽ എന്തിനാണ് ഞങ്ങളെ വലിച്ചിറക്കുന്നത്? ചൂലാംകുടിക്കാരെ തൊട്ട ഇവിടെ കുളം കോരും. ആരാ പാടുക? എനിക്ക് വാങ്ങില്ല, ഞാൻ പോണത് ചുമ്മാ ആകില്ല. നീ ആരാടാ പേടിക്കുന്നത്? ഭവാനി ചേച്ചിയെ ഇവിടുന്ന് ഇവിടെ ഓടിച്ചു നടന്ന് എന്റെ അമ്മേ ആ അത് അറിഞ്ഞ ആ അത് ശരി. ആ അപ്പൊ എല്ലാം വിളമ്പി കൊടുത്തു, ചുമ്മാ അല്ല ഇവിടെ നിന്ന് തുള്ളണത്. നീ എന്തിനാ അതിന്റെ ഇടയ്ക്ക് ഓരോ വെള്ളം വന്നിക്കണത്? ഇടരിക്കടാ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ കൂട്ടത്തല്ല് കിടക്കും. അതുകൊണ്ട് പടവലങ്കര ആ സൈഡിലോട്ടും മറ്റേ ചൂലംകുടിക്കാർ ഈ സൈഡിലോട്ട് പെട്ടെന്ന് പിരിഞ്ഞു പോയി. പടവലക്കാര് പോവും, ചൂലംകുടിക്കാര് പോവൂല. ഭാര്യയായി ഇയാളെന്റെ പട്ടുകളെ പോകും. വലിച്ചേട്ടാ, മാമനെ കൊണ്ട് അകത്ത് കിടത്താൻ നോക്ക്. എന്നെ നീ കിടത്താൻ നോക്കണ്ട, ശ്രീകുട്ടനെ കൂട്ടിൽ അടയ്ക്കാൻ നോക്കണ്ടത്. ആ ചേച്ചി, മാമനോട് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞാൽ എന്റെ സ്വഭാവം ശരിക്കും മാറുവേ. എന്ന് വെച്ചാൽ നിനക്ക് നിന്റെ സ്വഭാവം മാത്രമേ മാറുവോളാ? ഇവിടെ വേറെ ആർക്കും സ്വഭാവം മാറാൻ പറ്റത്തില്ലേ? അങ്ങനെ വെള്ളോട് ചെന്തോ പറയണമെന്ന് വെച്ചാൽ അതിന്റെ ഒപ്പം തുള്ളാൻ നിൽക്കുകയാണോ? വിടാൻ ചോദിച്ചേ. ഗുരുവാനെ കേട്ടില്ലേ? ഇയാളെ വിളിച്ച് പോ. വരി. എനിക്ക് വെള്ളം അടിക്കാൻ വേണ്ടി 500 രൂപ ഇവനാണ് തന്നത്. എന്തിന്? വിളിച്ച് 10 പറയാൻ പറഞ്ഞു. ആരാ പറയാ? ഇവൻ പറഞ്ഞാ കേട്ടില്ലേ? മറ്റേ ഇവരെ ഇവിടെ ചീത്ത വിളിക്കാൻ ഇവൻ പൈസ തന്നാ? ആ ഇവൻ കള്ളു വാങ്ങിച്ചെന്നാ? വാ. അല്ലടാ ഞാൻ എപ്പോഴാ പറഞ്ഞു നോക്കണേ? നീ ഇപ്പം പറഞ്ഞു ഞാൻ 500 രൂപ ചോദിച്ചില്ലേ? ആ അത് തന്നെ, അത് തന്നെ കേസല്ലേ. ഇത് എല്ലാരും കൂടെ ചേർന്നുള്ള പ്ലാൻ. ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇറങ്ങി പോവുമല്ല. എന്തായിരുന്നു? വരുന്നു, വഴക്കുണ്ടാക്കുന്നു, നമ്മളങ്ങ് ഇറങ്ങുന്നു. വഴക്കായല്ലോ. അപ്പം ഇവിടെ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അളിയും കൂടെ ഒരു നാടകമൊന്നും കളിക്കൊന്നും വേണ്ട. ഇത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇവിടെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ മിണ്ടായിരിക്കുമല്ലോ, ഞാൻ എന്തെങ്കിലും പറയും, ഇപ്പൊ വഴക്കാവും, ഇപ്പൊ പിന്നെ സ്വയമേ അങ്ങ് ഇറങ്ങി പോവല്ല അല്ലേ? കേട്ടാ? ചുമ്മാ ഇരി ശ്രീ, എഴുതാപ്പുറം വായിക്കാതെ. ഈ കൊച്ചു ഇങ്ങനെയാണെങ്കിലേ കൊച്ചിന്റെ അച്ഛനും അമ്മയും എന്തുമാത്രം അലപ്പുറകളായിരിക്കും. ആ കുട്ടൻപിള്ളയ്ക്ക് പറ്റിയ മരുമോളും പറ്റിയ മരുമോളും കുട്ടൻപിള്ള സ്വാഹ.